തൃശൂർ മലക്കപ്പാറയിൽ പുലിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 4 വയസ്സുകാരനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മുതുകിൽ ആഴത്തിൽ മുറിവേറ്റ പശ്ചാത്തലത്തിലാണ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മാറ്റിയത്. തലച്ചോറിന് ക്ഷതമുണ്ടോ എന്നതടക്കമുള്ളവ പരിശോധിക്കും. മലക്കപ്പാറ വീരൻകുടിയൂരിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെയാണ് പുലി ആക്രമിച്ചത്. പുലി ഇങ്ങനെ സ്ഥിരം നടക്കണ്ടായിരുന്നു. രാത്രി കയറി വന്നുകൊണ്ട് ഇവനെ വന്ന് പിടിക്കലും ഞാൻ എണീക്കലും ഒപ്പമായിരുന്നു. അപ്പോഴത്തേക്കും വന്ന് പിടിച്ച് സാധനം കൊണ്ടുപോയി. ഞാൻ എണീറ്റു, പെട്ടെന്ന് ചാടി എണീറ്റ് പുലിയുടെ പുറകെ പോയി. പുറകെ ചെന്നുകൊണ്ട് ഞാൻ പിടിച്ചു കൊണ്ടുവന്നു. അവനെന്തോ കുട്ടീനെ നമ്മുടെ തലയ്ക്ക് നല്ല മുറിവുണ്ട്, ഇവിടെ ഒരു മുറിവുണ്ട്, പിന്നെ ഇവിടെ ഈ സൈഡിൽ മാന്തിയതായിട്ട് ഒരു മുറിവ്. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ്, കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ചികിത്സ ആരംഭിച്ചില്ലേ? ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് പുലർച്ചോടുകൂടിയാണ് അതിരപ്പള്ളി വീരാൻകുട്ടിക്ക് സമീപം ഇത്തരത്തിൽ വീട്ടിലുള്ള കുട്ടിയെ പുലി ആക്രമിച്ചത്. രാത്രി ഏതാണ്ട് 2:30 വീട്ടിൽ കിടന്നുകൊണ്ട കുട്ടിയെ പുലി കടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ രക്ഷിതാക്കൾ ബഹളം വെച്ചതോടെ പുലി ഓടിപ്പോവുകയായിരുന്നു. പിന്നീടാണ് കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെ നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് തലയ്ക്ക് ക്ഷതമേറ്റുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഗുരുതരമായിട്ടുള്ളതാണോ എന്നുള്ള കാര്യം ഡോക്ടർമാരും മറ്റും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുതുകിന് പരിക്കേറ്റിട്ടുണ്ട്. മുതുകിന് മാന്തിയതിന്റെ പാടുകളും അതുപോലെ തന്നെ മുറിവും മുതുകിലുണ്ട്. ഇതെല്ലാം കൂടി പരിഗണിച്ചാണ് വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. മുറിവ് ആശങ്കപ്പെടാനുള്ളതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കുട്ടി ചികിത്സയിൽ തുടരുകയാണ്. ഏറെ നാടിന് നടക്കുന്ന ഒരു ആക്രമണമാണ് വീരാൻകുടിയിൽ ഉണ്ടായതെന്ന് പറയാം. വാൽപ്പാറയിൽ 2 മാസം മുമ്പ് ഇത്തരത്തിൽ ഒരു കുട്ടി പുലിയാൽ ആക്രമിക്കപ്പെടുകയും പുലി കാട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ വലിച്ചു കൊണ്ടുപോയി ഭക്ഷിച്ച ഒരു വാർത്ത വളരെ ഞെട്ടലോടുകൂടിയാണ് അന്ന് കേട്ടത്. ഏതാണ്ട് ആ ഭാഗത്ത് തന്നെ ഇത്തരത്തിൽ വീണ്ടും ആക്രമണം ഉണ്ടായി എന്നുള്ളത് വലിയ ഞെട്ടലാണ് പ്രദേശത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരി, നടരാജ് പരശുറാമാണ് വിവരങ്ങൾ നൽകിയത്.